ഗർഭിണിയായ യുവതിയെ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തി. ഒറ്റൂർ മൂങ്ങോട് പേരേറ്റിൽ കാട്ടിൽ വീട്ടിൽ ലക്ഷ്മിയാണ് മരിച്ചത്. ലക്ഷ്മി 1.5 മാസം ഗർഭിണിയായിരുന്നു. പേരേറ്റിൽ ശങ്കരമുഖിന് സമീപത്തെ വാടക വീട്ടിൽ കഴിഞ്ഞ ദിവസം വൈകിട്ടോടെ ജനലിൽ തൂങ്ങി മരിച്ച നിലയിലാണ് മൃതദേഹം കണ്ടെത്തിയത്. 11 മാസം മുമ്പാണ് കിരണുമായി പ്രണയവിവാഹം നടന്നത്. ഫൈനൽ ഇയർ ഡിഗ്രിക്ക് പഠിക്കുകയായിരുന്നു ലക്ഷ്മി. വിവാഹം കഴിഞ്ഞ നാൾ മുതലേ ലക്ഷ്മിയെ ഭർത്താവ് ഉപദ്രവിച്ചിരുന്നുവെന്ന് കോളേജിലെ സുഹൃത്തുക്കൾ ആരോപിക്കുന്നു. ലക്ഷ്മിയുടെ കൂടെ 3rd ഇയർ BA പഠിക്കുന്ന വിദ്യാർത്ഥിനികളാണ്. നമ്മളെല്ലാവരും ലക്ഷ്മിയുടെ സുഹൃത്തുക്കളാണ്. ലക്ഷ്മി ഒരുപാട് നാളായിട്ട് വീട്ടിലും അവളുടെ സ്വന്തം വീട്ടിലും അതുപോലെ തന്നെ ഹസ്ബൻഡിൻ്റെ വീട്ടിലും ഉപദ്രവങ്ങൾ നേരിടുന്നതായിട്ട് നമ്മളോടൊന്ന് പറഞ്ഞിട്ടുണ്ട്. പിന്നെ സെക്ഷുവലി അവളെ ഹറാസ് ചെയ്യുന്ന കാര്യം നമ്മളോടൊന്ന് പറഞ്ഞിട്ടുണ്ട്. മെയിൻലി അവളുടെ ഹസ്ബൻഡ് അവളെ ഒരുപാട് ഉപദ്രവിക്കുന്നതായിട്ടും അടിക്കുന്നതായിട്ടും നമ്മളോടൊന്ന് പറഞ്ഞിട്ടുണ്ട്. പിന്നെ അവൾ പ്രഗ്നൻ്റ് ആയതിനു ശേഷം നമ്മൾ കോണ്ടാക്ട് ചെയ്യാൻ ശ്രമിച്ചിരുന്നു. പക്ഷേ നമ്മൾ വിളിക്കുമ്പോൾ പുള്ളി കോൾ കട്ട് ചെയ്യുകയാണ് ചെയ്തിരുന്നത്. നമ്മൾ സംസാരിക്കാൻ പോലും സമ്മതിക്കുന്നുണ്ടായിരുന്നില്ല. ഒരുപാട് പ്രാവശ്യം നമ്മളെല്ലാവരും ട്രൈ ചെയ്തു. പിന്നെ അവൾ എക്സാമിന് വരുന്നില്ല എന്ന് നമ്മളോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. എന്നാൽ നമ്മൾ ടീച്ചേഴ്സിൻ്റെ അടുത്തൊക്കെ പറഞ്ഞിട്ട് എക്സാമിന് കൊണ്ടുപോകാനായിട്ട് നമ്മൾ ശ്രമിച്ചു. പക്ഷേ എന്നാലും പുള്ളി കോളൊന്നും എടുത്തിരുന്നില്ല. രാവിലെ വരുമ്പോഴും അവൾ ഫുഡൊന്നും കഴിക്കാറില്ല. കോളേജിൽ നിന്നുള്ള ഫുഡ് പോലും അവൾക്ക് നേരായതൊന്നും കഴിക്കുന്നൊന്നുമില്ല. വീട്ടിൽ നിന്ന് അവൾ ഫുഡൊന്നും കഴിക്കാറൊന്നുമില്ല. കഴിക്കാണ്ടാണ് എന്നും വരുന്നത്. ഫുഡൊക്കെ കഴിക്കാണ്ടാണ് വരുന്നത്. ഇതിനിടയിലാണ് ഡ്രൈവറായ ഭർത്താവ് കിരണിന്റെ പരസ്ത്രീ ബന്ധം ലക്ഷ്മി അറിയുന്നത്. അത് ചോദ്യം ചെയ്തതിനു ശേഷം ലക്ഷ്മിയെ ക്രൂരമായി പീഡിപ്പിച്ചു വന്നതായി ബന്ധുക്കളും സുഹൃത്തുക്കളും ആരോപിക്കുന്നു. വേറെ റിലേഷൻഷിപ്പ് ഉള്ള കാര്യം ലക്ഷ്മി പറഞ്ഞിട്ടുണ്ട്. അതിനെപ്പറ്റി ഇവള് ചോദിക്കുന്ന സമയത്ത് അവളെ എന്ന് വെച്ചാൽ അടിച്ചു താഴ്ത്തുന്ന പോലെ നിനക്കൊന്നും അറിയത്തില്ല എന്ന് പറഞ്ഞ് അടിച്ചു താഴ്ത്തുന്ന പോലെയും പിന്നെ നന്നായിട്ട് പുള്ളി ഉപദ്രവിക്കുമായിരുന്നു ലക്ഷ്മീനെ. അവള് ഒരിക്കൽ വരുന്ന സമയത്ത് അവളുടെ മുഖത്ത് നല്ല പാടുകളൊക്കെ ഉണ്ടായിരുന്നു. ചോദിക്കുന്ന സമയത്ത് അങ്ങനെ എല്ലാവരോടും ഓപ്പണായിട്ട് പറയാറില്ല. ചിലപ്പോൾ ഒറ്റയ്ക്ക് ഇരിക്കുന്ന സമയത്തായിരിക്കും കാര്യങ്ങളൊക്കെ ഷെയർ ചെയ്യുന്നത്. പിന്നെ ആ വീട്ടിൽ ഒരുപാട് അവൾക്ക് മോറൽ സപ്പോർട്ട് ആ വീട്ടിൽ നിന്ന് ആരിൽ നിന്നും കിട്ടുന്നുണ്ടായിരുന്നില്ല. ആകെ ഒരു ആശ്വാസം എന്ന് പറയുന്നത് സ്കൂളിൽ എന്നുവെച്ചാൽ കോളേജിൽ വരുന്നതും നമ്മളോടൊപ്പം സ്പെൻഡ് ചെയ്യുന്നതും മാത്രമാണ്. അത് പ്രത്യേകിച്ച് ഒരു സപ്പോർട്ടും ഒക്കെ ഉണ്ടായിരുന്നില്ല. എണ്ണത്തിൽ ദുരൂഹതയുണ്ട്. അപ്പോൾ ഇതിനിടയ്ക്ക് വെച്ച് 2 ദിവസത്തിന് മുമ്പ് റേഷൻ കാർഡ് പഞ്ച് ചെയ്യണമെന്നും പറഞ്ഞിട്ട് വിളിച്ചപ്പോഴത്തേക്കും അവ അനാവശ്യങ്ങളാണ് സംസാരിച്ചത്. ഇനി ഫോൺ വിളിച്ചു കഴിഞ്ഞാൽ വേറെ എന്തെങ്കിലും വിഷയങ്ങളുണ്ടാവും എന്ന് പറഞ്ഞവൻ. അതിനു മുമ്പ് നമ്മൾ ടെലിഫോൺ ചെയ്യുന്ന സമയത്ത് ഇവ എടുത്തിട്ട് അനാവശ്യങ്ങളാണ് സംസാരിക്കുന്നത്. പച്ച അനാവശ്യങ്ങൾ. അതാണ് അവൻ്റെ സ്വഭാവം. പിന്നെ അവിടെയുള്ള അയൽവാസികളെല്ലാം പറയുന്നതെന്ന് പറഞ്ഞാൽ അവൻ കള്ളു കുടിച്ചിട്ട് വന്നിട്ട് അടിക്കും ഒക്കെയാണ് പറയുന്നത്. മോള് വിളിച്ചൊന്നും പറയാറില്ലായിരുന്നു. മോളെ കാണും, നാട്ടിൽ പോകാറില്ല. ബന്ധുക്കൾ നമ്മൾ ഫോൺ ചെയ്ത് കഴിഞ്ഞാൽ അവൻ ഫോൺ കൊടുക്കൂല. അവിടെ ഫോൺ കൊടുക്കാതെ അനാവശ്യങ്ങളാണ് അവൻ സംസാരിക്കുന്നത്. മോളെ വിളിച്ചത് ഇപ്പോഴീ മരിക്കുന്നതിന് ഒരു 2-3 ദിവസത്തിന് മുമ്പ് റേഷൻ കടയിൽ വരാനായിട്ട് വിളിച്ച്. അപ്പോൾ അവൻ ഫോൺ എടുത്തിട്ട് ഫോൺ കൊടുത്തില്ല. അവൻ എടുത്തിട്ട് പറഞ്ഞ അനാവശ്യങ്ങൾ സംസാരിച്ചു. ആ ഒരു ഇതാണ് അവിടെ. കേസുമായിട്ട് പോകാൻ തന്നെ തീരുമാനിക്കുന്നു. കൊച്ചു ആവശ്യമില്ലാതെ ചാടില്ല. ഞാൻ ആ കുട്ടി അടിച്ചിട്ടുണ്ട്. ഈ ഒരു വിഷയം കൊണ്ട് ഞാൻ അടിച്ചിട്ടുണ്ട്. അന്ന് ചെയ്യാത്ത കൊച്ച് ഇന്നിങ്ങനെ ചെയ്യണമെന്നുണ്ടെങ്കിൽ അപ്പോൾ അവൾക്ക് സഹിക്കാൻ പറ്റാത്ത എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ടുണ്ടായിട്ടല്ലേ അവളത് അങ്ങനെ ചെയ്തത്. ഇവളെ സ്നേഹിച്ച് എന്ന് പറഞ്ഞ പയ്യൻ വേറൊരു പെണ്ണുമായിട്ട്, അതായത് കല്യാണമൊക്കെ കഴിഞ്ഞ് ഗൾഫിൽ ജോലിയുള്ളൊരു പയ്യനുമായിട്ട് അടുപ്പത്തിലാണ്. അവിടെ സ്ഥിരം പോക്ക് വരവ് ആ ഒരു രീതിക്ക് പൊയ്ക്കൊണ്ടിരുന്ന ഒരു പയ്യനാണ്. അപ്പോൾ ആ ഒരു കാര്യം നമ്മളിവിടെ അന്വേഷിച്ചറിഞ്ഞ് നല്ലതല്ല എന്ന് തോന്നിയിട്ട് ഇവളെ പറഞ്ഞ് വിലക്കാൻ നോക്കി. അത് പറഞ്ഞിട്ടൊന്നും ഒരു രക്ഷയില്ല. അവസാനം ഇവൾക്ക് അന്ന് 18 വയസ്സ് പൂർത്തിയായിട്ടില്ല. 18 വയസ്സാവുന്നത് വരെ അവളെ ബ്രെയിൻ വാഷ് ചെയ്ത് എങ്ങനെയെങ്കിലും 18 വയസ്സായ ഒരാഴ്ചയ്ക്കകം വെച്ച് ഇവർ ഇവിടെ നിന്ന് പോവുകയാണ് ചെയ്തത്. നമ്മളെ വീട്ടിൽ നിന്ന് പോയി അവർ രജിസ്റ്റർ ചെയ്ത് നമ്മളിവിടെ കാണുന്നില്ല എന്ന് പറഞ്ഞ്, കുട്ടിയെ കാണുന്നില്ല എന്ന് പറഞ്ഞ് കല്ലമ്പലം സ്റ്റേഷനിൽ പോയി പരാതിപ്പെടുകയും ഇവനെ വിളിപ്പിച്ച് അപ്പോഴത്തേക്ക് രജിസ്റ്ററായി കല്യാണം കഴിഞ്ഞു എന്ന് പറഞ്ഞ് അവരെ വിളിപ്പിച്ച് അവർ അവിടെ വന്ന് ഇവക്ക് അവൻ്റെ കൂടെ പോകാനാണ് താല്പര്യം.
അവൻ്റെ കൂടെ പോണോളൂ, ഇനി അച്ഛനും അമ്മയും ആരോടെയും പോണില്ല എന്ന് പറഞ്ഞ് അവരങ്ങനെ പോവുമായിരുന്നു. നമ്മളിപ്പോൾ ഒരു 11 മാസത്തിൽ കൂടുതലായിട്ടുണ്ട്, നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു ഇതുമില്ല. പക്ഷേ ഇതിൻ്റെ ഇടയ്ക്ക് വെച്ച് ഇപ്പോൾ ഒരു റേഷൻ കാർഡ് പഞ്ച് ചെയ്യുന്നതിൻ്റെ ഒരു കാര്യം വന്നപ്പോഴത്തേക്ക് അവളെ അമ്മ തന്നെ ഇവളെ ഫോണെടുത്ത് വിളിപ്പിച്ചു. അവളെ കയ്യിൽ ഫോണില്ല, അവിടെ നമ്പർ എങ്ങനെ കിട്ടി, അവിടുത്തെ വീട്ടിലെ നമ്പറിൽ തന്നെ വിളിച്ചിട്ട് അപ്പോഴത്തേക്ക് ഇവൻ എടുത്ത് ഇനി ഇവരെ പറയാൻ ഒന്നും പറഞ്ഞു. അപ്പം ആ കണക്കിന് ചീത്ത വിളിയും ആ രീതിക്കാണ് ചെയ്തേക്കുന്നത്. അത് ഇന്നലെ നമ്മളെ ഇന്നലെ ഞാൻ സ്റ്റേഷനിൽ പോയി അവിടെ FIR എല്ലാം ചെയ്തിട്ടുണ്ട് ഈ കാര്യം നടന്നതിന് ശേഷം. അപ്പോൾ ഇവരുടെ അടുത്ത് ഒരു കത്തിയോ 2 കത്തിയോ ഒക്കെ ഇങ്ങനെ ഫോണിൽ വിളിച്ച് ചീത്ത വിളിച്ചിട്ടുണ്ട്. അവളുമായിട്ട് അടുക്കാതിരിക്കാനുള്ള എല്ലാം അവൾ അത്രയും. ഇപ്പം ഇന്നലെ നമ്മൾ അറിഞ്ഞെടുത്തത് അവിടുത്തെ മെമ്പറിന് നമ്മളെ വിളിച്ചിട്ട് പറഞ്ഞ അവിടെ ആൾക്കാരെല്ലാം പറഞ്ഞിരിക്കുന്നത് അവളെ ഒരു ചേച്ചി, എവൻ്റെ സഹോദരി, അവളിവിടെ വരുന്ന ദിവസം മൊത്തം അവൾ വീട്ടിൽ പ്രശ്നമാണ്. അവർ അങ്ങോട്ടും ഇങ്ങോട്ടും അവൾ വരുന്ന ദിവസം മൊത്തം അവിടെ അടിയും ബഹളം, ഇവളൊക്കെ അടി നല്ല രീതിക്ക് കിട്ടാറുണ്ട്. ഇങ്ങനെയൊക്കെയാണ് നമ്മൾ. പക്ഷേ അവൾ ഇന്ന് വരെ നമ്മളെ അടുത്ത് വിളിച്ച് പറയുക അല്ലെങ്കിൽ നമ്മളെ വീട്ടുകാരുമായിട്ട് ഒന്ന് കോൺടാക്ട് ചെയ്യുക അങ്ങനെയൊന്നും ചെയ്തിട്ടില്ല. അതിനുള്ള അവസരം അവൾക്ക് കൊടുത്തിട്ടില്ല. അത് തന്നെയാണ് സത്യം. ഫോണുള്ളത് ഒരു ഫോൺ നേരത്തെ ഉള്ള ഫോൺ അത് സ്റ്റേഷനിൽ വെച്ച് ഫോൺ തിരിച്ചു തന്നു. പക്ഷേ അതിന് ശേഷം ഒരു ഫോൺ എങ്ങാണ്ട് ഉണ്ടായിരുന്നു, അത് അവർ തിരിച്ച് വാങ്ങിച്ച് വെച്ചെന്നാണ് ഇപ്പോൾ ഈ സ്കൂളിൽ പഠിക്കുന്ന കൊച്ചുങ്ങളും പറഞ്ഞത്. പിന്നെ ഇത് എന്തായാലും കേസുമായിട്ട് മുന്നോട്ട് പോകാനാണ് താല്പര്യം. എന്തായാലും മുന്നോട്ട് പോകും. നമുക്കിത് ഇതിൽ ദുരൂഹത ഉണ്ട്. ഇതിപ്പോൾ എന്താണ് സംഭവിച്ചതെന്ന് നമുക്കറിയത്തില്ല. അവൾ ഇങ്ങനെ ഒരു കാര്യം ചെയ്തതെന്ന് മാത്രമേ നമുക്കറിയാവുള്ളൂ. നമ്മൾ അറിഞ്ഞത് തന്നെ ഒരു 5:30 ആയിട്ടാണ് ഞാൻ അറിയുന്നത്. അതിനുശേഷമാണ് നമ്മളെ വീട്ടിലെല്ലാവരും അറിയുന്നതും ഇവിടെ പോയതും ബാക്കി കാര്യങ്ങളെല്ലാം ചെയ്തത്. ഇതിൽ എന്തായാലും ഒരു ദുരൂഹത ഉണ്ട്. അത് എന്താണെന്ന് അറിയണം. അതറിയുന്നതിന് വേണ്ടി ഏതറ്റം വരെ പോകാൻ നമ്മൾ തയ്യാറാണ്. ഭാരത് വിഷൻ വർക്കല.